മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഞാനിന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാനിൽ ഒരു ചെറിയ കഥ പറയാം. വളരെ ചെറുതായിട്ട് ഷോർട്ട് ചെയ്ത് പറയാൻ ശ്രമിക്കാം. ഞാൻ വേറൊന്നുമല്ല, നമ്മുടെ പഞ്ചപാണ്ഡവരുണ്ടല്ലോ, വനവാസത്തിനായിട്ട് അവര് കാട്ടിലേക്ക് പോയ സമയത്തുണ്ടായ ഒരു കഥ. ഒരിക്കല് നമ്മുടെ ഹിഡുംബിക്ക് ഒരു നദിക്കരയിൽ നിന്നും ഒരു കണ്ണാടി കിട്ടുകയാണ്. ഛായാമുഖി എന്നാണ് കണ്ണാടിയുടെ പേര്. ആ കണ്ണാടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ആ കണ്ണാടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ പ്രതിബിംബം കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എടുത്തത് നോക്കുവാണെങ്കിൽ ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് ആ പ്രതിബിംബം ആ കണ്ണാടിക്കകത്ത് തെളിയും. ഹിഡുംബിക്കാണെങ്കിൽ ഭീമനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹിഡുംബി എന്ത് ചെയ്യുന്നറിയാമോ? ഇത് ഓടിക്കൊണ്ട് ഭീമനെ ഏൽപ്പിക്കുകയാണ്. കാരണം ഹിഡുംബി അതിനകത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഭീമനെയാണ് ഹിഡുംബി കണ്ടത്. കാരണം ഹിഡുംബി അത്രത്തോളം ഭീമനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഹിഡുംബി ഓടിച്ചത് ഭീമനെ ഏൽപ്പിക്കുന്നു. ഭീമൻ അത് വളരെ സന്തോഷത്തോടു കൂടി അതിലേക്ക് നോക്കുകയാണ്. ആ സമയത്ത് അതിലേക്ക് തെളിയുന്ന മുഖം നമ്മുടെ പാഞ്ചാലിയുടെ മുഖമാണ്, ദ്രൗപദിയുടെ മുഖം അല്ലെ. ഇത് കാണുന്ന ഹിഡുംബി തന്നോട് ഭീമൻ ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാട്ടിന്റെ എവിടെയോ പോയി മറയുകയാണ്. ഭീമനപ്പോൾ മനസ്സിൽ നമ്മുടെ പാഞ്ചാലിയോട് ഭയങ്കര ഇഷ്ടമാണ്. 5 പേരുണ്ടെന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും അധികം പാഞ്ചാലി ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഭീമനാണ്. അപ്പോൾ തുടർന്ന് ഭീമൻ ഈ കണ്ണാടി നമ്മുടെ പാഞ്ചാലിക്ക് സമ്മാനിക്കുന്നു. അപ്പോൾ ഭീമന്റെ ചിന്ത എന്താണെന്നറിയോ? പാഞ്ചാലിയും തന്നെയാണ് സ്നേഹിക്കുന്നത് ചിന്തയാണ് ഭീമന്. പാഞ്ചാലി വളരെ സന്തോഷത്തോടു കൂടി മനസ്സിലെ വികാരങ്ങളോടുകൂടി ആ കണ്ണാടിയിലേക്ക് നോക്കുന്നു. പക്ഷെ എന്നാൽ അതിൽ കാണുന്ന കാഴ്ച അർജുനന്റെ മുഖമാണ്, പ്രതിബിംബമാണ് കാണുന്നത്. ഇത് കാണുന്ന ഭീമൻ ആകപ്പാടെ തകർന്നു പോവുകയാണ്. മനസ്സിലായോ? പിന്നീട് അവർ വിരാട ദേശത്തേക്ക് യാത്ര പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ കീചകനെ കാണുന്നു. കീചകൻ വളരെ വൃത്തികെട്ടൊരു ആളാണ് കീചകൻ അതിനകത്ത്. പിന്നെ കീചകനുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുന്നത്, അവിടെയും പാഞ്ചാലിയെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ഭീമനാണ്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, കേട്ടുണ്ടോ? അതാണ്. അതായത് ഭീമൻ പാഞ്ചാലിക്ക് വേണ്ടിയിട്ട് അവിടെ വീണ്ടും എന്താവുകയാണ്? കീചകനെ കൊല്ലുകയാണ്. പക്ഷെ ആ സമയത്തും കീചകന്റെ മനസ്സിൽ അതുവരെ ആരോടും പ്രണയമില്ല. എന്നാൽ മരിക്കുന്ന സമയത്ത് കീചകൻ ഈ ഛായാമുഖി കണ്ണാടിയിൽ നോക്കുകയാണ്. അപ്പോൾ ആ പ്രതിബിംബം കാണുന്നത് പാഞ്ചാലിയുടെ മുഖമാണ്. അതായത് മരിക്കാൻ പോകുന്ന കീചകനും സ്നേഹിക്കുന്നു പാഞ്ചാലിയെ. അതങ്ങനെയാണ്. ഇതിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ഒരു കണ്ണാടി ആയിരുന്നില്ല അന്ന് നമ്മുടെ ഹിഡുംബിക്ക് ലഭിക്കേണ്ടിയിരുന്നത്. അതിപ്പോ നമുക്കറിയാം, ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത് വ്യക്തമായിട്ട് എനിക്കറിയാം. അതേസമയത്ത് ഞാൻ ഒരു കണ്ണാടി നോക്കുമ്പോൾ അതിൽ കാണുന്ന പ്രതിബിംബം, ആ പ്രതിബിംബം എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടേതാണെങ്കിൽ എനിക്ക് വ്യക്തമായി തിരിച്ചറിയാൻ പറ്റും ആരാണ് എന്നെ സ്നേഹിക്കുന്നത് എന്നുള്ള കാര്യം. ശരിയല്ലേ? ഒരുപക്ഷെ ഇന്നത്തെ ലോകത്ത് അങ്ങനെയുള്ള കണ്ണാടികളാണ് ആവശ്യമെന്ന് ഞാൻ പറയും. നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുഖം കാണുന്നതിനേക്കാൾ നമ്മളെ ആരാണോ സ്നേഹിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന കണ്ണാടികൾ അതുണ്ടാകുന്ന ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ണാടിയെ നമുക്ക് വേണ്ട എന്ന് പ്രാർത്ഥിക്കാം. തൽക്കാലം ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുന്നു. മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഗന്ധദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈവ്. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈവിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈവ് UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.